ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് ശ്രീ BRM ഷഫീർ, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, മുസ്ലിം ലീഗ് നേതാവ് മായിൻ ഹാജി എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ BRM ഷഫീർ, ഈ പുത്തൻവേലിക്കരയിൽ ജനവിധി നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. അതാണ് നിങ്ങൾക്ക് നിയമസഭയിൽ 47 അംഗങ്ങളായി മാറിയത്. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ വിധിയും വന്നിരിക്കുന്നു. അഴിമതി തെളിയുകയാണ്. ഞങ്ങളിതിനെ കാണുന്നത് ഇപ്പോൾ എന്തായാലും കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ഈ ഗവൺമെൻറ് പരാജയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണമായി പൊതുജനങ്ങൾ വിലയിരുത്തിയതും പാർട്ടി വിലയിരുത്തിയതും ഏറ്റവും അവസാനം ഇറങ്ങിയ 23-ൽ പരം വരുന്ന ഉത്തരവുകൾ അത് ഒരു തരത്തിലും ജനങ്ങളെ ഉൾക്കൊണ്ടിട്ടില്ല. ജനങ്ങളുടെ മുമ്പിൽ അത് ബോധ്യപ്പെടുത്താനും പാർട്ടിക്കോ മുന്നണിക്കോ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇറങ്ങിയിരിക്കുന്ന ഇന്നത്തെ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്, ആ ഉത്തരവ് ഞങ്ങൾ സാഗൂതം വീക്ഷിക്കുകയാണ്. കാരണം നിയമപരമായി അതിനകത്ത് ഈ ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവിനെതിരായി എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ മുഴുവൻ ഓർഡറും വായിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ധാർമ്മികപരമായി കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് പാടെ തള്ളിക്കളഞ്ഞതാണ്. അതിന് ഉത്തരം പറയേണ്ടവർ ഉത്തരം പറയുക തന്നെ വേണ്ടി വരും. പക്ഷേ നിയമപരമായി ഈ ഉത്തരവിനെതിരായി വിജിലൻസ് കോടതി ഇട്ടിരിക്കുന്ന അത് നിലനിൽക്കുന്നതല്ല എന്നാണ് നിയമവിദഗ്ധരുമായി ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായ നയത്തിൻ്റെ ഭാഗമായി ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് 1600 കോടി രൂപയുടെ വ്യവസായം, 30,000 പേർക്ക് തൊഴിൽ എന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായ സംരംഭം വരുന്നു. സ്വാഭാവികമായിട്ട് ഭൂപരിഷ്കരണ നിയമത്തിൽ ചില ഇളവുകൾ അനുവദിക്കാമെന്ന് 1995 ശേഷം ഇറക്കിയ, അതിനുശേഷം 2015 പ്രത്യേകമായി പുതുക്കിയ ഞങ്ങളുടെ UDF സർക്കാരിൻ്റെ വ്യവസായ നയത്തിൽ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിൽ വ്യവസായങ്ങൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ മെഡിസിറ്റികൾക്കോ അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇളവാവാം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കവേ ആ ഇളവുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങളൊരു ഉത്തരവിറക്കി. പക്ഷേ ഉത്തരവിൽ കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു, നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളും പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും കൃത്യമായി പാലിക്കുന്നു എന്ന് കൺസെൻറ്റ് ജില്ലാ കളക്ടർമാർ ഉറപ്പുവരുത്തണം. 1. 2, അതൊരു തരിശു നിലമാണ്, അവിടെ കുറേ കാലമായിട്ട് നെൽകൃഷിയില്ല. പ്രസ്തുത ആവശ്യത്തിനല്ലാതെ ഭൂമി ഇവർ ഈ അപേക്ഷ കൊടുത്തിരിക്കുന്ന കമ്പനി മാറ്റി ഉപയോഗിക്കുകയാണെങ്കിൽ ഇളവുകൾ ഇല്ലാതെയാകും. 2ാമത്തെ എക്സെപ്ഷൻ. 3, ഓരോ തവണയും 6 മാസം കൂടുമ്പോൾ ഈ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് എന്ന് ഡിസ്ട്രിക്ട് കളക്ടർമാർ ഉറപ്പുവരുത്തണം. റവന്യൂ സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ളവർ ഇതിൻ്റെ ക്ലിയറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുദിനം ഇടപെടണം എന്നുള്ള രീതിയിലാണ് ആ ഓർഡർ ഇറങ്ങിയത്. ആ ഓർഡറിന്റെ പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നിൽക്കുകയില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ ഭൂമി മിച്ചഭൂമിയാണെന്ന് പറഞ്ഞ് പഴയ LDF സർക്കാർ തന്നെ ഗവൺമെന്റിലേക്ക് സ്വരുക്കൂട്ടിയ ഭൂമിയാണ്. അതാണ് പിന്നീട് 2015 പ്രത്യേക ഉത്തരവൊക്കെ ഉണ്ടാക്കി ഈ ഭൂമി തിരിച്ച് സന്തോഷ് മാധവന്റെ പേരിലേക്ക് വരുന്നത്. അദ്ദേഹം അത് വേറൊരു കമ്പനിക്ക് മറിച്ച് വിൽക്കുന്നത്. അവർ IT സംരംഭത്തിന് വേണ്ടി ആണ് എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിക്കുന്നതും ഔട്ട് ഓഫ് അജണ്ടയായി IT മന്ത്രി ഈ കാര്യങ്ങൾ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നതും. ഇപ്പോൾ ഇവിടെ തർക്കം ഇതൊന്നുമല്ല. ആരാണ് ഈ വിവാദ പ്രശ്നങ്ങളിലേക്ക് പോയത്? ആർക്കായിരുന്നു ഈ അഴിമതിയിൽ താല്പര്യം എന്നുള്ളതാണ്. റവന്യൂ മന്ത്രി പറഞ്ഞിരിക്കുന്നു, എനിക്കല്ല, ഇത് വ്യവസായ മന്ത്രിക്കാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പന്തപ്പുറത്തേക്ക് തട്ടിയിരിക്കുന്നു. ഇത് കോടതി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, അഴിമതി ഉണ്ട്, അതുകൊണ്ട് FIR ഇടണം, അവിടെ അന്വേഷണം നടക്കണമെന്ന്. പക്ഷേ അത് ആദ്യം തന്നെ ഈ വിജിലൻസിൻ്റെ ഈ സംഭവം പുറത്തു വന്ന ഉടൻ തന്നെ പെരുമ്പാവൂരിൽ ഒരു അന്യായം ഫയൽ ചെയ്തു. അന്യായത്തിന്മേൽ കിക്ക് വെരിഫിക്കേഷൻ നടത്താൻ വിജിലൻസ് കോടതി പറഞ്ഞു. DYSP PK ജയകുമാർ ആദ്യം കൊടുത്ത കിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കോടതി തള്ളിയിട്ട് മെയ് മാസം 2-ാം തീയതി വീണ്ടും റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് കോടതി ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒന്ന്, ഇപ്പൊ കോടതി ഷഫീർ, നമുക്ക് അതിലേക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ KPCC പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിലാണ് ഇപ്പോൾ കോടതി അവസാനം എത്തി നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് പറഞ്ഞത് തന്നെയാണ് ഞാനും പറയുന്നത്. ആ ഉത്തരവുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു. ആ ഉത്തരവുകൾ ഇറങ്ങാൻ പാടില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു അപേക്ഷയുമായിട്ട് വരുന്നവരുടെ ഹിഡൻ അജണ്ടകൾ തിരിച്ചറിയണമായിരുന്നു. ആനത്തലവട്ടം ആനന്ദൻ, ആ ഉത്തരവ് ഇറങ്ങാൻ പാടില്ല എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ പറയുന്നു. ഘടകകക്ഷികളിൽ പലരും ഇത് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ആ ഘട്ടത്തിലേക്കാണോ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? ആ ഉത്തരവ് ഇറങ്ങാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ജനങ്ങൾ തന്നെ വിധി എഴുതി. ഇപ്പോൾ ഷഫീർ പറയുകയുണ്ടായി, തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ചില തീരുമാനങ്ങൾ മന്ത്രിസഭ എടുത്തത് അത് ഈ ഗവൺമെൻറ് UDFൻ്റെ പരാജയത്തിനിടയാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെയും കണ്ടെത്തൽ.
ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടെത്തിയിരുന്നു, ഉത്തരവിറങ്ങിയ ഉടനെ തന്നെ അത് ജനങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. തികഞ്ഞ അഴിമതിയാണ് അതിനകത്ത് നടന്നതെന്നുള്ളത് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരും. ഇതിപ്പോൾ ഒരു മെത്രാൻ കായൽ മാത്രമല്ല ഇപ്പോൾ വന്നിട്ടുള്ളത്, ഇനിയും വരാൻ പോവുകയല്ലേ. ഗവൺമെൻറ് അതിനെക്കുറിച്ചൊരു അപ്പോൾ കുറെ കൂടി സംതൃപ്തി അടയാൻ കഴിയും ഷഫീറിനും കൂട്ടർക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടെത്തിയത് ശരിവയ്ക്കുന്നതായിരിക്കും. ഇനി ഗവൺമെൻറ് കണ്ടെത്തി ഇതിന് മേൽ കേസെടുക്കുമ്പോഴത്തേക്കും KPCC കണ്ടെത്തിയത് ശരിയാണെന്ന് വരുമല്ലോ. അപ്പോൾ സന്തോഷിക്കാൻ വകയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഗവൺമെൻറ് അന്നിരുന്ന പ്രതിപക്ഷം, അതായത് LDF, അവർ കണ്ടെത്തിയത് മുഴുവൻ ശരിയാണെന്ന് ഇപ്പോൾ നിങ്ങളും ഭംഗ്യന്തരേണ സമ്മതിക്കുന്നു. അത് കൂടുതൽ തെളിവുകൾ കിട്ടത്തക്ക വിധത്തിലാണ് ഈ കോടതിയുടെയും വിധി. ഇവിടെ ഇപ്പോൾ ഈ വിജിലൻസിനെ ഉപയോഗിച്ചിട്ടാണ് സകല അഴിമതിയും മൂടി വെച്ചെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇത്. ഇപ്പോൾ 2 റിപ്പോർട്ട്, ആദ്യം വിജയകുമാറിൻ്റെ വിജിലൻസ് റിപ്പോർട്ട് വന്നതും അവരെ കൊണ്ട് എഴുതിക്കുകയല്ലേ. അഴിമതി കാണിച്ചിട്ട് ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് എഴുതിക്കല്ലേ. ഈ വിജിലൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചട്ടുകമായി. ഹൈക്കോടതി ഒരിക്കൽ ഇടപെട്ട് പറഞ്ഞു ഇത് CBI മോഡലിൽ സ്വതന്ത്ര ഏജൻസി ആക്കണം. ഗവൺമെൻറ് എത്ര അടിയന്തരമായിട്ടാണ് യോഗം വിളിച്ചു കൂട്ടി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കളഞ്ഞത്. മന്ത്രിമാരായാലും മുഖ്യമന്ത്രി ആയാലും ആരായാലും അവരെക്കുറിച്ചൊരു സ്വതന്ത്ര ഏജൻസിയെ പോലെ വിജിലൻസ് പ്രവർത്തിക്കണം, സർക്കാരിൻ്റെ ഈ കൺട്രോളിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ലല്ലോ. എന്താ സമ്മതിക്കാഞ്ഞത്? സമ്മതിക്കാതിരുന്നത് ഇവരെ ഉപയോഗിച്ച് ഈ അഴിമതികൾ മൂടി വയ്ക്കാൻ സാധിക്കും. ആ മൂടി വെച്ച അഴിമതികളാണ് ഓരോന്ന് പുറത്തു വരുന്നത്. ഇതിപ്പോൾ കോടതി തന്നെ കണ്ടെത്തി ഈ വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് ശരിയല്ല. അത് തള്ളിക്കളഞ്ഞുകൊണ്ട് വിചാരണ കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി പറയേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. മറ്റ് കേസുകൾ ഇനി ഓരോന്നോരോന്നായി ചുരുളഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ശ്രീ ആനത്തലവട്ടം പറയുന്നത് ഇപ്പോൾ AK ബാലന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭയുടെ ഒരു ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അവസാന കാലഘട്ടങ്ങളിലെ ഉത്തരവുകൾ പരിശോധിക്കാൻ. ആ കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ, അത് കൊട്ടേഷനിലാണ് ഞാൻ പറയുന്നത്, ശുഭാപ്തി വിശ്വാസം, അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ ഊർജ്ജം പകരുന്നതാണ് ഇന്നത്തെ കോടതി. അതെ, കറക്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം സബ് കമ്മിറ്റി കണ്ടെത്തി നടപടിയിലേക്ക് പോയാലും പറയും അത് രാഷ്ട്രീയ പ്രേരിതമാണ്, പഴയ മന്ത്രിമാരെ ക്രൂശിക്കാനാണ് ശ്രമിക്കുന്നത്, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാമായിരുന്നു. ഇപ്പോൾ കോടതി തന്നെ ആ സബ് കമ്മിറ്റി കണ്ടെത്തി ഫലം പുറത്തു വരുന്നതിന് മുമ്പ് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിനകത്ത് വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട്, ആർക്കെല്ലാം എത്ര അളവ് വരെയാണ് പങ്ക് എന്നതിനെ സംബന്ധിച്ചൊക്കെ കോടതി കണ്ടെത്താൻ പോവുകയാണ്. അത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് തൃപ്തികരമായ ഒരു കാര്യമായിട്ട് വരും. മറ്റൊരു കാര്യം കൂടി, ഇവിടെ ഈ വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഈ സ്ഥലം കൊടുത്തു എന്ന് പറയില്ലേ, ഒരു കാര്യം, കേരളത്തിൻ്റെ മിച്ചഭൂമി മുഴുവൻ ഇങ്ങനെ വ്യവസായത്തിൻ്റെ പേരിൽ പതിച്ചു കൊടുക്കുന്ന രീതിക്ക് എന്ത് അർത്ഥമാണുള്ളത്? വ്യവസായത്തിന് വേണ്ടി കേരളത്തിൽ വ്യവസായ പാർക്കുകളായിട്ടും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റായിട്ടും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത ഭൂമി പലരും കൈവശപ്പെടുത്തി കാണും. അവിടെ വ്യവസായമില്ല, ഒരു ചുക്കുമില്ലാതെ കിടക്കുന്നുണ്ട്. അതെല്ലാം പുതിയ വ്യവസായികളായി വരുന്നവർക്ക് കൊടുക്കാമല്ലോ, അവിടെ തുടങ്ങാമല്ലോ. റൈറ്റ്. ശ്രീ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയിൽ, വിജിലൻസ് കോടതിയുടെ മുന്നിലുള്ള ഒരു തർക്കം, അല്ലെങ്കിൽ കോടതി ഇന്നിപ്പോൾ തീർപ്പ് കൽപ്പിക്കുന്ന ഒരു വിധി ഉത്തരവ് ഇറക്കുന്നതിന് ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് റവന്യൂ വകുപ്പ് ഈ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് അടൂർ പ്രകാശ് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ആണ് ഇതിന് ഉത്തരവാദി. ഇപ്പോൾ തർക്കം ആരാണ് ഈ അഴിമതിക്ക് ചൂട്ടുപിടിച്ചത് എന്നുള്ളതാണ്. വ്യവസായ വകുപ്പിനാണോ റവന്യൂ വകുപ്പിനാണോ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. എന്തായാലും അഴിമതി ഉണ്ട് എന്നുള്ള തരത്തിലുള്ള സൂചന തന്നെയാണ് വിജിലൻസ് കോടതിയുടെ മുന്നിലും ഉള്ളത്. എവിടെയാണ് തെളിവുകൾ, ഏതു വശത്തേക്കാണ് ചായുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ്, കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മുടെ ഇലക്ഷൻ, സംസ്ഥാന ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ സമയത്ത് തന്നെ ഇതിനുള്ള പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തു തുടങ്ങി. ഇവിടെ തർക്കം വ്യവസായ വകുപ്പാണോ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണോ ഇത്തരത്തിലുള്ള ഭൂമി നമ്മളെ നിലനിൽക്കുന്ന നിയമങ്ങളും, ഭൂപരിഷ്കരണ നിയമം ശ്രീ അനന്തലവട്ടം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഭൂപരിഷ്കരണ നിയമം, ലാൻഡ് കൺസർവൻസി ആക്ട്, ലാൻഡ് അസൈൻമെന്റ് ആക്ട്, ഇങ്ങനെ സുപ്രീം കോടതിയുടെ വിധികള്, കേരള ഹൈക്കോടതിയുടെ വിധികള്, ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ പറയുന്ന എന്റെ പ്രിയ സുഹൃത്ത് KPCC വക്താവ് പറഞ്ഞ വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമി കൊടുക്കണമെങ്കിലും നിലനിൽക്കുന്ന നിയമങ്ങളും വിധികളുടെയും മറച്ചു വെച്ചുകൊണ്ടോ മറികടന്നുകൊണ്ടോ പറ്റില്ല. അപ്പൊ ഇവിടെ അജണ്ടയില്ലാത്ത ഒരു വിഷയമായി അന്ന് ക്യാബിനറ്റിൽ ഈ വിഷയം, ഈ ഭൂമി പതിച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തത്
അതിന്റെ അടുത്ത ദിവസം മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ച വന്നപ്പോൾ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഫയൽ വിളിച്ചു വരുത്തി ഈ തീരുമാനം ദുർബലപ്പെടുത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അന്ന് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പൊതുസമൂഹത്തോട് പറഞ്ഞത്, എന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ബാംഗ്ലൂരിലെ സന്തോഷ് മാധവൻ ഭൂമി ബിനാമിയായിട്ട് വാങ്ങി കച്ചവടം നടത്തി വ്യവസായം വരുത്താനെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ വ്യവസായത്തിന്റെ മറവിൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് വന്ന എന്ന് അദ്ദേഹം എല്ലാവരും കേട്ടതാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്തതായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു മന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് അംഗത്തിന് കഴിയുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, റവന്യൂ മന്ത്രി അല്ല അത്തരം കാര്യങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ കുറിപ്പെഴുതി കൊടുത്തിട്ടോ വാക്കാലയോ ക്യാബിനറ്റിൽ വെച്ചിട്ട് ഭൂമി അങ്ങ് കൊടുക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ പുറകിൽ ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ ഭൂമി തിരിച്ച് ലാൻഡ് ബാങ്കിലേക്ക് പോകണമെന്നുള്ള വിധിയുണ്ട്. രണ്ട്, ആ ഭൂമി ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും എക്സംഷൻ വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, അത് വയലാണെന്നുള്ളത്, നെൽവയലാണെന്നുള്ള കാര്യത്തിൽ അതിൽ ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട്, ഇത് മറച്ചു വെച്ചുകൊണ്ട് നടപടിക്രമങ്ങളിലൂടെ ഫയൽ മിനിസ്റ്ററുടെ അടുത്തേക്ക് എത്തുന്നതിന് പകരം അജണ്ടയിൽ പെടാത്തൊരു കാര്യം മന്ത്രി താല്പര്യമെടുത്ത് പെടുത്തി അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ റവന്യൂ മന്ത്രി ഒന്നാം പ്രതി, വ്യവസായം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഭൂമി കൊടുക്കാൻ പോയെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രി രണ്ടാം പ്രതി. ആ രണ്ടു പേർക്കും അതിനകത്ത് ഉത്തരവാദിത്തം മാറാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ കോടതി കണ്ടിരിക്കുന്നത്. ഞാനിവിടെ ബഹുമാനപ്പെട്ട അന്നത്തെ വ്യവസായ മന്ത്രി, അന്നത്തെ റവന്യൂ മന്ത്രിയും ഈ കാര്യത്തിൽ അഴിമതി നടത്തി അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി അല്ലെങ്കിൽ അവർക്ക് സ്വജനപക്ഷപാതം കാണിച്ചു എന്നൊരു വിലയിരുത്തലേക്ക് ഈ ചർച്ച ഞാൻ കൊണ്ടുപോകുന്നില്ല. കാരണം അത് കോടതിയുടെ പരിധിയിലിരിക്കുന്നു, അന്വേഷണത്തിലിരിക്കുന്നു. സാധാരണ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ച് വിലയിരുത്തുമ്പോൾ ഈ ഭൂമി സന്തോഷ് മാധവൻ ആരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സന്തോഷ് മാധവന്റെ പേരിൽ എടുത്തത് സന്തോഷ് മാധവൻ മറിച്ച് കച്ചവടത്തിന് വേണ്ടി കൊടുക്കുന്നു. എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞു, ഇവിടെ വ്യവസായം നടത്താൻ വേണ്ടിയിട്ട് ആർക്കും ഭൂമി എല്ലാം എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധം. അങ്ങനെയൊന്നും അല്ല. വ്യവസായം നടത്താൻ വ്യവസായ നയം, LDF ഗവൺമെൻറ് ആണെങ്കിൽ UDF ഗവൺമെൻറ് ആണെങ്കിൽ വ്യവസായം നടത്താൻ വേണ്ടിയിട്ടുള്ള നയരൂപീകരണത്തിന് ശ്രീ ആനത്തലവട്ടം പറഞ്ഞതുപോലെ കൃത്യമായ നിയമ സംവിധാനങ്ങളും കോടതി വിധികളും ഒക്കെ മാനിച്ചുകൊണ്ട് മാത്രമേ, നിലനിൽക്കുന്ന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടോ കാറ്റിൽ പറത്തിക്കൊണ്ടോ ഒരിക്കലും ഒരു വ്യവസായം തുടങ്ങാൻ നമ്മുടെ നാട്ടിൽ നടക്കാൻ പറ്റില്ല. അത്തരം ഒരു പരിഗണന വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമി മാറ്റിക്കൊടുത്തത്, ഇതിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തത് അഴിമതി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ വിലയാണ് കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ UDFന് നേരിടേണ്ടി വന്നത് എന്ന് രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ പൊതുവിലൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ, ആ വിഷയത്തെ ആക്കിയാൽ KPCC പ്രസിഡന്റ് എടുത്ത നിലപാടും UDF അതിനുശേഷം നടത്തിയ വിലയിരുത്തലും ഒന്നു തന്നെയാണ്, അഴിമതി തന്നെയാണ് ഇതിന് കാരണം. ആ അഴിമതിയിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ ഭൂമി ദാനം ചെയ്തു തന്നെ. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ. ശ്രീ മായിൻ ഹാജി, അതായത് ഇപ്പോൾ മുൻ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ ഔട്ട് ഓഫ് അജണ്ടയായി മന്ത്രിസഭയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദി, ഈ ഫയൽ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദി ഞാനല്ല, അത് വ്യവസായ വകുപ്പിനാണ് എന്ന് പറയുമ്പോൾ ഈ അഴിമതിയുടെ ശ്രമം ഉണ്ടായിട്ടുള്ളത് വ്യവസായ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി കൂടി അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഇതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അത് ശരിയല്ലേ? അല്ലെ, ഇവിടെ എന്താ ചർച്ച പങ്കെടുത്ത മാന്യരായ വ്യക്തിത്വങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അത് ക്ലിയർ ആവുന്നില്ല. നിങ്ങള് പിന്നെ ശബ്ദം ക്ലിയർ അല്ല, അതുകൊണ്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാൻ സാധിക്കില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഇവിടെ ബഹുമാനപ്പെട്ട കോടതി, മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇന്നിങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിനെ സംബന്ധിച്ച് പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ. അതിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെല്ലും ആശങ്കയില്ല. കാരണം അതിൽ ഒരു തരത്തിലുള്ള കൃത്രിമങ്ങളും ഒരു തരത്തിലുള്ള അഴിമതി, ഒരു തരത്തിലുള്ള പ്രത്യേകമായ താല്പര്യങ്ങളും ഇല്ല എന്ന് ഞങ്ങൾക്കറിയുന്നത് പോലെ മറ്റാൾക്കും അറിയില്ലല്ലോ. അതിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് ആ ഫയലിൽ വളരെ വ്യക്തമായി കുറിച്ചിട്ടുണ്ട്. ഈ കാര്യം ഒരു കമ്മിറ്റി, ഒരു വിദഗ്ധ കമ്മിറ്റി പരിശോധിച്ച ആ കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നത് ആ ഫയലിലുണ്ട്. ഫയലിൽ രണ്ടാമത്തെ പാരഗ്രാഫ് വായിച്ചു നോക്കുന്ന ആർക്കും കിട്ടും. ഫയൽ ഇപ്പൊ LDFന്റെ കയ്യിലാണല്ലോ ഉള്ളത്. അവർ നോക്കട്ടെ. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല എന്ന് മാത്രമല്ല, റദ്ദാക്കിയ ഒരു കാര്യം ക്യാബിനറ്റ് തീരുമാനിച്ചു എന്ന ഒരു സാങ്കേതികത്വത്തിന്റെ മുകളിൽ മാത്രം വെച്ച് ഒരു അന്വേഷണം നടത്തി അതിനെ സംബന്ധിച്ച് കുറ്റക്കാരെ വിധിക്കാനും അതിന് ശിക്ഷ വിധിക്കാനും ഒക്കെ സാധിക്കുമെങ്കിൽ അതിനൊന്നും ഒരു തർക്കമില്ല. ശ്രീ മായിൻ ഹാജി, ഞാൻ ഒന്നിടപെട്ട് ചോദിക്കട്ടെ. ഈ കാര്യത്തിൽ
നിയമപരമായി എന്തൊക്കെയാണ് ഏറ്റവും അവസാനം വരിക എന്നുള്ളത് അങ്ങ് പറഞ്ഞതുപോലെ അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിൽ കണ്ടെത്തട്ടെ. പക്ഷേ അഴിമതിയുടെ ശ്രമം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു മന്ത്രിയുടെ ജോലി എന്താണ്? വരുന്ന ഫയലുകളൊക്കെ ആരെങ്കിലും ഉദ്യോഗസ്ഥർ പിന്നീട് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യവസായ താല്പര്യം പറഞ്ഞ് ഭൂമി കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുന്നതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ പറഞ്ഞതുപോലെ ഹൈക്കോടതി വിധി തന്നെയുണ്ട്, ഈ ഭൂമി ലാൻഡ് ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. മുൻ LDF സർക്കാർ അങ്ങനെ നിലപാടെടുത്തിട്ടുമുണ്ട്. ഇവിടെ ഭൂപരിഷ്കരണ നിയമമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് വേണം, നടപടിക്രമങ്ങൾ പാലിച്ചു വേണം വ്യവസായത്തിന് വേണ്ടിയാണെങ്കിൽ കൂടി ഭൂമി കൊടുക്കേണ്ടത് എന്നിരിക്കെ ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഒരു 2ാം പാരഗ്രാഫ് എഴുതി വച്ച് ഞാൻ രക്ഷപ്പെടുന്നു എന്ന് വരുത്തിയാൽ തീരുന്നതാണോ ഈ പ്രശ്നം? 2ാം പാരഗ്രാഫ് എഴുതി വെച്ച് രക്ഷപ്പെടുകയല്ലല്ലോ. മന്ത്രി ഫയലിൽ എഴുതിയ കാര്യമല്ലേ നിയമമായി ഉത്തരവായി ഇറങ്ങുന്നത്. ഉത്തരവായി ഇറങ്ങുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, അതിനു മുമ്പ് റദ്ദാക്കി കഴിഞ്ഞു. ഉത്തരവായി ശ്രീ ഇറങ്ങുകയാണെങ്കിൽ മായിൻ ഹാജി, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഈ കാര്യത്തിൽ ഭൂമി ദാനം നൽകിയുള്ള ഉത്തരവാണ് ഉണ്ടായത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഔട്ട് ഓഫ് അജണ്ടയായി ആ കാര്യങ്ങൾ വന്നതാണ്, ഉത്തരവായി വന്നതാണ്. അതാണ് മുൻകാലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. ഇവിടെ മന്ത്രിസഭ ഈ കാര്യത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറങ്ങി, പിന്നീട് വിവാദമായപ്പോൾ അത് പിൻവലിച്ചു. അവിടെ അഴിമതിക്കുള്ള ശ്രമം ഉണ്ടായി, ഖജനാവിന് നഷ്ടം വന്നില്ല എന്നുള്ള സ്ഥിരം പങ്ക്തി ഉള്ളപ്പോൾ തന്നെ. ഞാൻ പറഞ്ഞു തീരട്ടെ, താങ്കൾ അതിനിടയിൽ കയറി എന്നെ പറയാൻ അനുവദിക്കാത്തൊരവസ്ഥയാണെങ്കിൽ ഞാൻ പിന്നെ അതിൽ കയറണ്ടല്ലോ. അപ്പോ ഒരു മന്ത്രി അത് ഇന്ന കണ്ടീഷനോട് കൂടി എന്ന് എഴുതി അതിൽ ഒപ്പിട്ടാൽ അത് മാത്രമേ ഉത്തരവ് ബാധകമാകുള്ളൂ. അതിലപ്പുറത്തേക്ക് ഒരു സംഗതി നടക്കില്ല. ഒരു കമ്മിറ്റി അന്വേഷിക്കട്ടെ, കമ്മിറ്റി പരിശോധിച്ച് ആ തീരുമാനത്തിന് വിധേയമായി മാത്രമേ അത് നടപ്പിലാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാത്രമേ നടപ്പിലാവുകയുള്ളൂ. അങ്ങനെ അല്ലാതെ വന്നാൽ അത് ഗവൺമെന്റിന്റെ ഉത്തരവായി ഗവൺമെന്റിന്റെ ബാധ്യതയിൽ വരുന്നതുമല്ല. മാത്രവുമല്ല, വിവാദം ഇവിടെ ചർച്ച വന്നപ്പോൾ, അത് ശരിയല്ല എന്ന ചർച്ച വന്നപ്പോൾ തന്നെ ഒരു പരിശോധനയും നടത്താതെ അതങ്ങ് റദ്ദാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അതിൽ പിടിച്ചു തൂങ്ങിയിട്ടുണ്ടെങ്കിലല്ലേ. അതെങ്ങനെയാണ് ശ്രീ മായിൻ ഹാജി ഒരു വിവാദം വരുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് പിൻവലിക്കുന്ന രീതി ശരിയാകുന്നത്? ഈ RMS ഇക്കോ വേൾഡ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ കമ്പനിക്കാണ് ഈ ഭൂമി സന്തോഷ് മാധവൻ കൊടുത്തത്. അവർ IT-ക്ക് പറ്റിയ വലിയ ആളുകളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് അന്നത്തെ വ്യവസായ വകുപ്പാണ്. ആ മന്ത്രിക്ക് അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്. അത് പിന്നീട് എങ്ങനെയാണ് ഒറ്റ നിമിഷം കൊണ്ട് വിവാദമാകുമ്പോൾ ഇല്ലാതെയാകുന്നത്? പിന്നെ ഒരു വിവാദമുണ്ടാകുമ്പോൾ പിൻവലിക്കുക എന്നത് തെറ്റാണ് എന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പിൻവലിക്കുന്നത് മഹത്വമേറിയ സംഗതി തന്നെയാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും പ്രത്യേക താല്പര്യം, ഒരഴിമതി, എന്തെങ്കിലും സ്വന്തമായി അതിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ പിടിച്ചു നിന്ന് ഏതെങ്കിലും തരത്തിൽ അത് പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുക. അതാണ് പണ്ട് നമ്മൾ HMT ഭൂമിയിലും മർക്കിസ്റ്റം ഭൂമിയിലും ഒക്കെ കണ്ടത്. ഇത് അതുപോലെയല്ല. ഇത് ഇവിടെ കണ്ട ഒരു അഭിപ്രായ വ്യത്യാസം സ്റ്റേറ്റിൽ വന്നു, സ്റ്റേറ്റിൽ വ്യക്തികൾക്ക് പോലും വന്നാൽ പോലും ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന ധീരമായ സ്റ്റാൻഡ് എടുത്തത് തന്നെ അതിൽ ഒരു തരത്തിലുള്ള അഴിമതിയോ മറ്റെന്തെങ്കിലും പ്രത്യേക താല്പര്യമോ ഇല്ലെന്നതിന്റെ വ്യക്തമായ. ശരി, ശ്രീ മായിൻ ഹാജി പറഞ്ഞതിനെ ഞാനൊരു വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ശ്രീ മായിൻ ഹാജി തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഇത് ശരിയാണെങ്കിൽ മാത്രം, ഇതിനുള്ള നിയമപരമായ സാധ്യത ഉണ്ടെങ്കിൽ മാത്രം ഇത് അനുവദിച്ചാൽ മതി എന്നൊരു ക്ലോസ് അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സംശയം ഉണ്ടായിരുന്നോ റവന്യൂ വകുപ്പ് ഇതിനകത്ത് ഭൂമിയുടെ കാര്യത്തിൽ ഒരു തരികിട കാണിച്ചിട്ടുണ്ടാകും, അതെനിക്ക് ബാധിക്കേണ്ട, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു, അതുകൂടി ശരിയാകുകയാണെങ്കിൽ മാത്രം ഈ കാര്യം നടന്നാൽ മതി എന്ന് അദ്ദേഹം അവിടെ ജാഗ്രത പാലിക്കാൻ കാര്യം എന്തായിരുന്നു? ഉത്തരവാദിത്തം ഇതിന് റവന്യൂ വകുപ്പിനാണ്, വ്യവസായ വകുപ്പിനല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിഗമനമാണോ ശ്രീ മായിൻ ഹാജി? മറ്റൊരു വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കുകയോ അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശം. അത് കൂടുതൽ ട്രാൻസ്പെറന്റ് ആവുക, കൂടുതൽ പരിശോധന നടത്തി കുറ്റമറ്റ രീതിയിൽ മാത്രം ഈ ഒരു വ്യാവസായിക താല്പര്യം മുൻനിർത്തി മാത്രം നടക്കുന്ന ഒരു കാര്യമായതിനാൽ അത് കൂടുതൽ ട്രാൻസ്പെറന്റ് ആവുക എന്നത് മാത്രമാണ് എല്ലാ ലക്ഷ്യം.
അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യവസായ വകുപ്പ് എടുക്കുന്ന തീരുമാനം റവന്യൂ വകുപ്പിന്റെ തലയിൽ വെച്ചിട്ടാൽ റവന്യൂ വകുപ്പ് ശുപാർശ ചെയ്തുകൊണ്ട് ആ കാര്യത്തിൽ റവന്യൂ വകുപ്പിന് പ്രത്യേക താല്പര്യമുണ്ട് എന്ന് വിധി മുൻധാരണ ഉണ്ടാവുക എന്നൊക്കെ നിങ്ങളുടെ ശരി ശരി എന്റെ കണ്ടെത്തൽ അവിടെ ഇരിക്കട്ടെ. എന്തായാലും ഏറ്റവും ഒടുവിൽ ആരെങ്കിലും പറഞ്ഞാണെങ്കിൽ കൂടി സന്തോഷ് മാധവന് കൊടുത്ത ഈ ഭൂമി ദാനം ശരിയല്ല എന്ന് അന്നത്തെ സർക്കാർ കണ്ടെത്തി എന്നാണല്ലോ അങ്ങ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരോ ഒരു ഫോൾട്ട് കാണിച്ചു, ആരോ ഒരു ഭാഗം ഇതിനകത്ത് കൃത്യമല്ലാതെയുള്ള ഇടപെടൽ നടത്തി എന്നുള്ളത് ജനങ്ങൾ പറഞ്ഞതാണെങ്കിൽ കൂടി ശരിയാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടു. ആരാണ് അപ്പോൾ ആ ഫാൾട്ടിന് കൂട്ടുനിന്നത്? വ്യവസായ വകുപ്പാണോ റവന്യൂ വകുപ്പാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഉദ്ദേശിക്കുന്ന, താങ്കൾ നിർവചിക്കുന്ന തരത്തിൽ ഭൂമി ഇടപാട് പൂർണ്ണമായും തെറ്റാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല റദ്ദാക്കിയത്. അതിനെ സംബന്ധിച്ച്, ഈ ഇടപാടിനെ സംബന്ധിച്ച്, ഈ തീരുമാനത്തെ സംബന്ധിച്ച് ആക്ഷേപം വന്നപ്പോൾ ആക്ഷേപത്തിനെ സംബന്ധിച്ച് പരിശോധിച്ചിട്ടില്ല, അതിന്റെ നിജസ്ഥിതി കണ്ടെത്തിയിട്ടില്ല. ഒരാക്ഷേപമുള്ള കാര്യം പോലും ചെയ്യാൻ ജനങ്ങളുടെ ഗവൺമെന്റായ സുതാര്യതയുടെ പ്രതീകമായി ഈ ഗവൺമെന്റ് തയ്യാറല്ല എന്ന ധീരമായ നിലപാടാണെന്ന് ശ്രീ മായിൻ ഹാജി, ആ ധീരതയ്ക്കുള്ള വില എന്തായിരുന്നു എന്നും അറിയണം. അത് മുസ്ലിം ലീഗിന് മാത്രമാണ് വലിയ പരിക്കേൽക്കാത്തത്. 18 സീറ്റ് കിട്ടി, ജനങ്ങൾ അതിന് വില കൊടുത്തു. കോൺഗ്രസിനും ബാക്കിയുള്ളവർക്കും ഒക്കെ കണക്കിന് കിട്ടി. അത് കിട്ടിയിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിന് മാത്രം പ്രശ്നമില്ലാത്തത് കൊണ്ട്, ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കട്ടെ എന്നാണോ? അതോ അവർക്ക് ഭാവിയിൽ നന്നാകാനുള്ള അവസരം കൊടുക്കുന്നില്ലേ മുസ്ലിം ലീഗ്? അല്ല, തെരഞ്ഞെടുപ്പ് ഇതിന്റെ ഈ ഒരു സംഗതിയുടെ മുകളിൽ മാത്രമാണ് എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. കേരളീയർ അത്ര മോശക്കാരൊന്നുമല്ല. അത് കേരളത്തിലുണ്ടായ നുണപ്രചരണത്തിൽ ഒരു സമൂഹം വഞ്ചിതരായി പോയത് ചെറിയ ഒരു ശതമാനം ആളുകൾക്ക് പറ്റിയ ഒരു ചെറിയ കൈപ്പഴയാണ് എന്ന് ഇത് ഫലം വന്നതിന്റെ പിറ്റേന്ന് മുതൽ ഇന്ന് സംഭവവികാസങ്ങളിൽ കൂടി മനസ്സിലാകുന്നുണ്ട്. 5 കൊല്ലം കൊണ്ട് അത് പൂർണ്ണമായും താങ്കൾക്കുൾപ്പെടെ ബോധ്യമാകും. കേരളീയർക്ക് 99% ആളുകൾക്കും അതിൽ ആരും ഉണ്ടാവും. അപ്പൊ ആ കാര്യത്തിലേക്ക് നമ്മളിപ്പോ പോണ്ട, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്തായാലും നെയ്യാർ ഡാമിൽ ഇന്നിപ്പോ വലിയ അടിയാണ് നടക്കുന്നത് ഈ പ്രശ്നത്തിൽ തന്നെ. നിങ്ങളുടെ പാർട്ടിയും ഇത് മനസ്സിലാക്കി ചർച്ച ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വോട്ട് ഒലിച്ചു പോയത് ഒരു ചെറിയ ശതമാനമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്താം ശ്രീ മായിൻ ഹാജി. ശ്രീ ആനത്തലവട്ടം, കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തിരുത്തിയ ആ സർക്കാരിനെയാണോ ഇപ്പോൾ വീണ്ടും വിജിലൻസ് കോടതിയും ഇങ്ങനെ കണ്ടെത്തി ചതിക്കുന്നത്? അല്ല, എൻ്റെ സ്നേഹിതൻ മായിൻ ഹാജി പറഞ്ഞ ന്യായം അനുസരിച്ചാണെങ്കിൽ ഒരു ബാങ്ക് കവർച്ച നടത്തി കള്ളൻ എല്ലാം കൂടെ ചാക്കിൽ വാരി കെട്ടിക്കിട്ട് തലയിൽ ചുവന്നിട്ട് പോയി. നാട്ടുകാരും പോലീസുകാരും ഓടിച്ചിട്ട് അവനെ പിടിച്ച്, അപ്പം നിൻ്റെ പണം താഴെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മോഷണം അല്ലാതാവുമോ? ആവുമോ മിസ്റ്റർ മായിൻ ഹാജി? പണം തിരിച്ചു കൊടുത്തല്ലോ, അതുകൊണ്ട് പിന്നെ എങ്ങനെ അവനെ മോഷ്ടാവെന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ന്യായം അനുസരിച്ചാണെങ്കിൽ ഇവിടെ തിരുത്തിയെന്ന് പറയുന്നു. തെറ്റ് കാണിച്ചിട്ടല്ലേ തിരുത്തിയത്? അത് വലിയ പ്രക്ഷോഭണം ആ പാർട്ടിക്കകത്തും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടല്ലേ? ആ പ്രക്ഷോഭണം ഉയർന്നു വന്നത് ശരിയാണെന്നല്ലേ ഇപ്പോൾ കോടതിയുടെ പരാമർശത്തിൽ നിന്നല്ല മനസ്സിലാക്കുന്നത്? ശരിയായ ഒരു നിലപാടാണ് എടുത്തെങ്കിൽ ആളുകൾ പ്രതിഷേധിച്ചാലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? ഞങ്ങളിതാ ശരിയായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം വന്നാൽ ആളുകളുടെ പ്രതിഷേധം വരുമ്പോൾ ആ തീരുമാനങ്ങളൊക്കെ റദ്ദ് ചെയ്യുമോ? റദ്ദ് ചെയ്യുന്നത് തെറ്റായ തീരുമാനം വന്നിട്ടാണ് റദ്ദ് ചെയ്തത്. ആ തീരുമാനം തെറ്റാണെന്ന് സമ്മതിക്കാനുള്ള ആർജവം കാണിക്കണ്ടേ? കോൺഗ്രസ് ഇപ്പോൾ അത് കാണിക്കുന്നുണ്ടല്ലോ. ആ തീരുമാനം എടുത്തതിനെ സംബന്ധിച്ച് ആ തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് ഒരു തീരുമാനം മാത്രം. ഇനി എത്ര തീരുമാനം കിടക്കുന്നു? ഇത് ഓരോന്നെല്ലാം വന്നാൽ ഇതുപോലെ വന്ന് വാദിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക്? തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമല്ലേ ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുക? എന്തിനാണ് ആ ധൃതി കാണിച്ചത്? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾക്ക് അറിയാമായിരുന്നു തിരിച്ചു വരില്ല എന്നുള്ളതുകൊണ്ട് പോണ പോക്കിന് ചെയ്യാവുന്ന മുഴുവൻ ചെയ്തിട്ട് പോകാൻ തീരുമാനിച്ചു. കടും വെട്ടെന്നാണ് അന്ന് അതിനെക്കുറിച്ച് വിശേഷിപ്പിച്ചത്. അത് ശരിവയ്ക്കുന്നതല്ലേ ഈ നിലപാടുകളെല്ലാം? അല്ലെങ്കിൽ വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വ്യവസായം വേണമല്ലോ, രാജ്യത്തിൻ്റെ പുരോഗതിയും വികസനവും വേണമല്ലോ. ഞങ്ങളെടുത്ത തീരുമാനം തന്നെ, ഞങ്ങളെ തെറ്റ് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ഉറച്ചതെന്നല്ല. അപ്പോൾ അതിനകത്ത് പെശകൊണ്ടായിരുന്നു. സന്തോഷ് മാധവന് സർക്കാർ വക ഭൂമി പതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. വ്യവസായം വരാൻ വ്യവസായത്തിന് വേണ്ടി ഇവിടെ ഭൂമി നീക്കി വെച്ചിട്ടുണ്ട്. ആ ഭൂമികൾ വളരെയും കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണ്. വ്യവസായശാലകളുമില്ല. ബിസിനസ് എത്ര ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ് കേരളത്തിൽ ഭാർഗവി നിലയം പോലെ കിടക്കുന്നത്? വ്യവസായത്തിനുള്ള ഭൂമി ചെല്ല്.
ആ ഭൂമി കൊടുത്തൂടെ? കൊടുക്കാൻ പാടില്ല എന്ന നിയമമുള്ള ഈ ഭൂമി തന്നെ കൊടുക്കാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? അതിനകത്തൊരു തിരിമറിയുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകളായിരുന്നോ ശ്രീ മായിൻ ഹാജി പെട്ടെന്നൊരു മറുപടി പറഞ്ഞാൽ മന്ത്രിമാരായി ഇരുന്നത്? ശ്രീ മായിൻ ഹാജി, ശ്രീ മായിൻ ഹാജി കേൾക്കാമോ? കേൾക്കാം. ഇതൊക്കെ അറിയാതിരുന്ന ആളുകളാണോ മന്ത്രിമാരായി ഇരുന്നത്? ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു വിവാദം സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ ആ തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ടു പോകും എന്ന് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറയാൻ ഞാനാളല്ല. ഇത് പറയുന്നവർക്ക് വിവരമുണ്ടോ ഇല്ല എന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ സാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, തുടങ്ങിയിട്ടുള്ള 10 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 10 ദിവസത്തിനിടയിൽ നടന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് തന്നെ കേരളീയർ പറ്റിയ തെറ്റിനെ സംബന്ധിച്ച് പശ്ചാത്തപിച്ചു തുടങ്ങിയിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ ശ്രീ മായിൻ ഹാജി, അതിലേക്ക് വരുമ്പോൾ അതിലേക്ക് പോകാം. പക്ഷേ ഇപ്പോൾ ഇന്ന് കോടതിയിൽ നിന്ന് വന്ന വിധിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കാര്യത്തിൽ ഈ അറിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തിരുത്തി, ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തിരുത്തി എന്ന് പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വാചകങ്ങൾ ഉണ്ടല്ലോ, ആ കാര്യത്തിൽ ഇങ്ങനെ അറിയാതെ വരുന്ന തെറ്റുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് തിരുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ പറയുന്നതാണിത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ പോയി, അതുകൊണ്ടാണ് പറയാത്തത്. വ്യത്യാസം വന്നപ്പോൾ പത്രങ്ങളൊക്കെ ഇതിൽ തെറ്റായ അഭിപ്രായങ്ങൾ പറഞ്ഞു, തെറ്റായി പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളത് തിരുത്തി, ഞങ്ങളത് ഉപേക്ഷിച്ചു. തിരുത്തുകയല്ല, അത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ തീരുമാനം വേണ്ടെന്ന് വെച്ചു. ശ്രീ മായിൻ ഹാജി, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഏത് മന്ത്രിയാണ് പറയുന്നത് പത്രങ്ങളും മാധ്യമങ്ങളും തെറ്റിദ്ധരിപ്പിച്ചാൽ ജനക്ഷേമത്തിന് വേണ്ടി ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടാണോ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരാകുന്നത്? ജനക്ഷേമത്തിന് എടുത്ത തീരുമാനങ്ങൾ പിൻവലിക്കുമെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പിൻവലിച്ചു എന്നുമല്ല പറഞ്ഞത്. ഇവിടെ ഞങ്ങളൊരു കാര്യത്ത് ഉത്തമ വിശ്വാസത്തിലെടുത്ത തീരുമാനം, ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന സമയത്ത് അത് സംബന്ധിച്ചൊരു വിവാദം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് വിളംബരം ചെയ്യുന്ന തരത്തിൽ ഞങ്ങൾ അതിൽ നിന്നും ആ തീരുമാനം ഉപേക്ഷിച്ചു. അത് നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ വെച്ച് ഇതാണ് കാരണം എന്ന് നിങ്ങൾക്ക് പറയാമെങ്കിലും ഒരിക്കലും അതല്ല കാരണം. ഇവിടെ വരാനിരിക്കുന്ന നാളുകൾ അത് വിളിച്ചു പറയും. അതിപ്പോ പറയുന്നത് ആരാണെന്ന് അറിയാമോ? കോൺഗ്രസ്സുകാർ ഇന്നിപ്പോ കൂടിയിരിക്കുകയാണ് നെയ്യാർ ഡാമിൽ. അവരാണ് പറയുന്നത് ഈ അവസാനം എടുത്ത തീരുമാനങ്ങളാണ് തെറ്റിപ്പോയത് എന്ന്. KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് കൂടി ബാധകമാണ്. നിങ്ങളത് തീരുമാനിച്ച് ഉത്തരം കൊടുക്കുക. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ, ഇങ്ങനെ തെറ്റാണ് എന്ന് കണ്ടെത്തി ആളുകൾ ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തിരുത്തുന്നു. ഇങ്ങനെ തിരുത്തുന്ന കാര്യങ്ങൾ അഴിമതി നിരോധന നിയമത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് അഴിമതിയായി പറഞ്ഞ് FIR എടുക്കേണ്ട കുറ്റമാകുക? ലാലെ, ഈ പിന്നെ ബഹുമാന്യനായ ശ്രീ മായിൻ ഹാജി അദ്ദേഹം ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. മിതത്വത്തോടു കൂടി കാര്യങ്ങളെ കാണുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസവും. അദ്ദേഹത്തിൻ്റെ ന്യായീകരണങ്ങളൊക്കെ നമുക്ക് ഒരു തമാശയായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലൊരു തെറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, നിർഭാഗ്യകരമായൊരു സംഭവത്തെ ഇത്ര ലാഘവത്തോടെ ഇത്ര ലളിതമായി അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വീണ്ടും കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്നതിന് തുല്യമല്ലേ? അദ്ദേഹം പറഞ്ഞെന്താ, വിവാദം വന്നപ്പോൾ ആ വിവാദം ഒരിക്കലും ഇലക്ഷനെ ആ വിവാദം പോണ്ട എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അത് പിൻവലിച്ചു എന്നാണ്. അപ്പോൾ ഒരു കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു, കേരളത്തിലെ പൊതുസമൂഹം ഇത്തരത്തിൽ ഭൂമി നൽകിയത് വിവാദത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെ നിരീക്ഷിക്കാം. ആ വിവാദം വെറും കാരണമില്ലാതെ വെറും രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടോ മറ്റേതെങ്കിലും താല്പര്യം വെച്ചുകൊണ്ടോ ആണ് ഈ വിവാദം വന്നത് എന്ന് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി അതിനെ പ്രതിരോധിക്കാം. ഒന്ന്, അതുണ്ടായില്ല. രണ്ട്,
താങ്കൾ സ്പെസിഫിക്കായിട്ട് ചോദിച്ചു ആ അധികാരത്തിൽ വരുന്ന മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇത്തരം ഏതെങ്കിലും ഒരു വിവാദം വന്നാൽ ഇത് പിൻവലിക്കാനായിട്ടുള്ള നടപടി അല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വിവാദം വന്നതിൽ കഴമ്പുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. കഴമ്പുണ്ടായപ്പോൾ ശ്രീ ആനത്തലവട്ടം സൂചിപ്പിച്ചതുപോലെ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി തെറ്റ് തിരുത്താനോ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കാനുള്ള ആർജവം അദ്ദേഹം കാണിക്കണം. അതിന് പകരം വിവാദം വന്നു, ഇലക്ഷൻ വന്നിട്ട് ആ ഇലക്ഷനിൽ അത് ഇഷ്യൂ ആക്കണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുന്നത് തെറ്റ് ചെയ്തതിന് ശേഷം തെറ്റിനെ ന്യായീകരിക്കാൻ മറ്റൊരു തെറ്റ് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയാണ്. അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇനി അതിൻ്റെ നിയമപ്രശ്നം, ഭൂമി നൽകിയതിനെ സംബന്ധിച്ച് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. നടപടിക്രമങ്ങൾ തെറ്റിച്ചും നിയമപരമായ ബാധ്യതകൾ നിറവേറ്റാതെയും മന്ത്രിയുടെ പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് തന്നെയാണ് അജണ്ടയിലില്ലാത്തൊരു വിഷയം വച്ചിട്ട് അത് പാസ്സാക്കി ഈ പറഞ്ഞ എക്കോ വേൾഡ് എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ കമ്പനി കൊടുത്ത. ഞാൻ ഈ കമ്പനിയെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ ഈ കമ്പനി സത്യത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പരിപാടിയുമായി കേരളത്തിൽ വന്ന് ഈ സ്ഥലം അച്ചെടുക്കാനുള്ള പരിപാടിയായിരുന്നു, അല്ലാതെ വ്യവസായമൊന്നുമല്ല. അപ്പോൾ അത് തിരിച്ചറിഞ്ഞപ്പോൾ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് പത്രമാധ്യമങ്ങളോട് പറഞ്ഞു, നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു ആ തീരുമാനം റദ്ദാക്കിയെന്ന്. അപ്പോൾ തീരുമാനം റദ്ദാക്കുന്നത് ജനങ്ങളും മാധ്യമങ്ങളും ജാഗരൂകരായി അതിലിടപെട്ടുകൊണ്ടാണ്. ഇടപെടാതിരുന്നുവെങ്കിൽ ഇന്ന് ഈ ശ്രീ മൈനാജി ഇങ്ങനെ പറയില്ല. ആ പ്രോജക്റ്റ് നടപ്പാക്കിയെന്നും ആ പ്രോജക്റ്റ് നടപ്പാക്കി നല്ല രീതിയിലുള്ള വ്യവസായം, IT വ്യവസായം ഇവിടെ വന്നു എന്നും അതിൻ്റെ പുറകിൽ താല്പര്യക്കാർ കൈയടക്കിയ പണം എത്രയാണെന്ന് പറയാതെ കേരളത്തിൻ്റെ വികസനത്തിന് ഇതൊക്കെ സംഭവിച്ചുവെന്നും 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞ് കേരളീയ സമൂഹത്തെ ആ ചെയ്ത തെറ്റ് ന്യായീകരിക്കുമായിരുന്നു. വിവാദം വന്നതുകൊണ്ട് മാത്രം ഞങ്ങളത് റദ്ദ് ചെയ്തു. അപ്പോൾ വിവാദം വന്നതിൻ്റെ പശ്ചാത്തലം, വിവാദം വന്നതിൻ്റെ കാരണം, വിവാദം വന്നതിൽ കഴമ്പുണ്ടെങ്കിൽ അത് ശ്രീ മൈനാജി സമ്മതിക്കണം. ആ വിവാദം ശരിയായിരുന്നു. വിവാദം വന്ന പൊതുസമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെ ഇടപെടൽ, അതായത് വിവാദം വന്ന് പിൻവലിച്ചത് കൊണ്ട് മാത്രം അഴിമതിയുടെ ശ്രമം ഇല്ലാതെ ആകുന്നില്ല. വിജിലൻസ് കോടതിക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ FIR ഇട്ട് അന്വേഷണം നടത്തി ഈ അഴിമതി പുറത്ത് വരണമെന്നാണ് കോടതി കാണുന്നത്. ശ്രീ ശിവൻ മഠത്തിൽ. അല്ല, നേരത്തെ നമ്മുടെ ചർച്ചയിൽ സൂചിപ്പിച്ചു, കോടതിയുടെ മുമ്പിൽ പ്രാഥമികമായിട്ട് വിജിലൻസിന്റെ റിപ്പോർട്ട് കൊടുത്ത തള്ളിയിട്ട് പറഞ്ഞു അതിൽ അഴിമതി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അഴിമതിക്ക് പണം വാങ്ങണമെന്നില്ല, അഴിമതിക്ക് എന്തെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായ സഹായങ്ങൾ നേടണമെന്നില്ല. അഴിമതിക്കുള്ള അറ്റംപ്റ്റ് നടത്തിയാൽ മതി അഴിമതിയിൽ വരുമെന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അപ്പോൾ അഴിമതിക്കുള്ള ശ്രമം നടന്നോ ഇല്ലേ എന്നുള്ളത് ആ സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം, കോടതി വിധിയുണ്ട് ആ സ്ഥലം, ഈ നെൽപ്പാടം, ആ ഭൂമി ഒരിക്കലും മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കരുത്, സർക്കാരിൻ്റെ ഭൂമിയാക്കി അത് എടുക്കണമെന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലം, അതിന് എക്സെപ്ഷൻ കൊടുക്കാൻ നടപടിക്രമമുണ്ട്. മൂന്നാമത്തെ കാര്യം, ക്യാബിനറ്റിൻ്റെ അജണ്ടയില്ലാതെ അജണ്ടയ്ക്ക് പുറത്തുള്ള ഒരു വിഷയം കൊണ്ടുവന്നിട്ട് മന്ത്രി നേരിട്ട് ഇടപെട്ടിട്ട് ആ ഭൂമി സന്തോഷ് മാധവൻ ബിനാമിയായി കൊടുത്തതിനെ ന്യായീകരിച്ചുകൊണ്ട് കൊടുക്കാൻ തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ കാണിക്കുന്നത് അഴിമതിയിലേക്കുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ എൻഡ് റിസൾട്ട് പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തികമായ മെച്ചമായിരിക്കാം. അത് കിട്ടിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് അഴിമതി അല്ലാതെ ആകുന്നില്ല, അഴിമതി തന്നെയാണ്. അതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അത് ശ്രീ മൈൻഹാജി സമ്മതിക്കണം. അഴിമതിയിലേക്കുള്ള നടപടിക്രമങ്ങളാണ് ഈ നടന്നതൊക്കെ എന്ന്. ശരി, ശ്രീ BRM ഷഫീർ, ഇതിപ്പോൾ മൈൻഹാജി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ നേതാക്കൾ കണ്ടെത്തുന്നത് പക്ഷേ തിരിച്ചുമാണ്. ഈ പ്രശ്നങ്ങളെല്ലാം അവസാന നിമിഷങ്ങളിലെടുത്ത വിവാദ തീരുമാനങ്ങളൊക്കെ അഴിമതിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിയമപരമായി ഇത് ഇനി തെളിയിക്കാൻ ഇനിയും അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടെങ്കിൽ കൂടി ജനങ്ങൾ മനസ്സിലാക്കി വിധി എഴുതിയത് നിങ്ങൾക്ക് ഭരണം നഷ്ടപ്പെടുത്തി തുടർ ഭരണം ഇല്ലാതെയാക്കി നിങ്ങളുടെ പല സ്ഥാനാർത്ഥികളും തോൽക്കുന്ന അവസ്ഥയും ഉണ്ടായി. പക്ഷേ മുസ്ലിം ലീഗിന് അങ്ങനെ അല്ല സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് ആ തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നുമില്ല. എന്താണ് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യുക? കോൺഗ്രസ്സിന് എങ്ങനെയാണ് UDF സംവിധാനത്തിൽ ഈ കാര്യങ്ങൾ ഇനിയും പരിഷ്കരിച്ച് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനാകുക? അല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഈ അവസാനം ഇറങ്ങിയ ഉത്തരവുകൾ അതിൻ്റെ സാങ്കേതിക വശവും അതിൻ്റെ പിന്നിലുള്ള മറ്റു കാര്യങ്ങൾ, രാഷ്ട്രീയ വശങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബഹുമാനായ മൈൻഹാജി എന്നല്ല ആര് വിചാരിച്ചിട്ടും നടന്നില്ല എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണല്ലോ. കേരളത്തിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ഹോർഡിങ്ങുകൾ എന്തായിരുന്നറിയോ? കേരളത്തിൻ്റെ മണ്ണിനെയും കേരളത്തിൻ്റെ കായലുകളെല്ലാം UDF വിൽക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം നടത്താൻ ഇടതുപക്ഷത്തിന് ഈ ചില ഉത്തരവുകളിലൂടെ കഴിഞ്ഞു. അത് നഗ്നമായൊരു സത്യമല്ലേ?
അത് നമുക്ക് പുറകോട്ട് മാറാൻ പറ്റത്തില്ല. ആ ഉത്തരവുകൾ ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് KPC ഇടപെട്ടത്. KPC പറഞ്ഞതാണ് കുറ്റമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ പറയാൻ ആളുകൾ കോൺഗ്രസിനകത്ത് ഇന്നും അവശേഷിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് യുവാക്കളാണ്, പുതിയ തലമുറയാണ്. ഒരുപക്ഷെ നെയ്യാർ ഡാമിൽ ഇന്ന് യുവാക്കളുടെ ഒരു വലിയ ശക്തമായ പ്രതിഷേധം ഈ പഴയ തലമുറയിലെ നേതാക്കൾക്കെതിരെ അവിടെ നടക്കുന്നുണ്ട്. അത് ഡൽഹിയിലേക്കും നീളാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹിയിലും വലിയ അടുത്ത ദിവസങ്ങളിൽ ശ്രീ ഷഫീർ എഴുതി വെച്ചോളൂ, നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കേണ്ടി വരും. യുവാക്കളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ, ഹൈക്കമാൻഡിന്റെ മുമ്പിലും ഈ പ്രശ്നം കൊണ്ടുവരും. അത് ചർച്ചയാകാനും പോവുകയാണ്. ആ കാര്യങ്ങളുടെ സൂചനയാണ് ഇപ്പോൾ പീപ്പിളിന് പോലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അങ്ങനെ അറിയിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരില്ല. നിങ്ങളുടെ തന്നെ ഇടയിൽ ഈ തീരുമാനങ്ങളിൽ ഒരു ഏകരൂപം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? പുതിയ മുഖങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഞാൻ ഒരു കാര്യം, ഇതിനകത്ത് പറ്റിപ്പോയതെന്നറിയോ? ഇവരുടെ മുമ്പിൽ വന്നിരുന്നത് എക്കോ വേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപേക്ഷയുമായിട്ട് വന്നത് ഡോക്ടർ BM ജയശങ്കറാണ് വന്നത്. അവിടെ ഭൂമി പരിശോധിച്ചപ്പോൾ ഭൂമിയുടെ കരം തീരുവ ജയശങ്കറിൻ്റെ പേരിൽ, അപേക്ഷയുമായിട്ട് വന്നത് ജയശങ്കർ, കമ്പനിയുടെ അപേക്ഷയിൽ ജയശങ്കർ, അതിൻ്റെ മറ്റുള്ള പോക്കുവരവും എല്ലാം ജയശങ്കർ. ഇതിൻ്റെ പിന്നിൽ ജയിലിൽ കിടക്കുന്ന സന്തോഷ് മാധവൻ എന്തെങ്കിലും ഒരു പങ്കാളിത്തമുണ്ട് എന്ന് ഊഹിക്കാൻ പോലും അന്നത്തെ സാഹചര്യത്തിൽ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അതങ്ങനെ വന്നു. അത് ഈ നേരത്തെ മൈൻഹാജി പറഞ്ഞതുപോലെയാണെങ്കിൽ ഇങ്ങനെ സന്തോഷ് മാധവനാണ് എന്നുള്ളത് അറിയാം. അല്ല, അങ്ങനെയല്ല, അങ്ങനെ കാണണ്ട. അങ്ങനെ കണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ഗവൺമെൻറ് അത് ചെയ്യത്തില്ല. പക്ഷേ ഏറ്റവും അവസാനം ബഹുമാനെ കുഞ്ഞാലിക്കുട്ടി എഴുതിയെന്ന് പറഞ്ഞ സത്യമാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികൾ പരിശോധിക്കണം എന്ന് കൃത്യമായിട്ട് എഴുതിയിരുന്നു. പക്ഷേ ഇത് സന്തോഷ് മാധവനുമായി കണക്ട് ചെയ്യുന്ന ഒരു ഭൂമിയാണ് എന്ന് ആരോപണം വന്നപ്പോൾ എന്താണോ ഇളമരം കരീമിന്റെ കാലത്ത് മെത്രാൻ മഠത്തിൽ പറഞ്ഞതുപോലെ ഇത് ഹൈക്കോടതിയുടെ വിധി ഉള്ളതാണ്, ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ മന്ത്രിസഭയിൽ ഔട്ട് ഓഫ് അജണ്ടയായി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളും തെളിവുകളും ഒക്കെ മതി ഇത് അഴിമതിയുടെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ. ഇതിനകത്ത് ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല. ഇത് ഭൂപരിഷ്കരണ നിയമത്തിലെ 81 ക്ലോസ് 3 ഇത് തന്നെയാണ് ജനം വിശ്വസിച്ചില്ല എന്നാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) ക്ലോസ് B അനുസരിച്ച് ഭൂമി പരിധിയിൽ ഇളവ് കൊടുക്കാൻ അവകാശമുണ്ടെന്ന് ശിവൻ മഠത്തിൽ സാറിനും അറിയാം, എനിക്കും അറിയാം, ഡോക്ടർ ലാലിനും അറിയാം. പക്ഷേ നേരത്തെ ആനത്തലോട്ടം പറഞ്ഞല്ലോ, ഇവിടെ ഒരുപാട് ഭൂമി അല്ലാതെ തന്നെ ഉണ്ടല്ലോ, വേണമെങ്കിൽ അതൊക്കെ ഈ തണ്ണീർത്തടത്തിന്റെ പേരിലും ഒക്കെ വരുന്ന ഭൂമി എടുത്ത് വയൽ നികത്തി അവിടെ യോഗ്യത പോലും ഇല്ലാത്ത ആളുകൾക്ക് എഴുതി കൊടുക്കുന്നതാണ്. സന്തോഷ് മാധവൻ വഴി അത് കൊടുക്കുന്നതാണ്. ഈ കമ്പനിക്ക് കൊടുക്കുന്നതാണ്. ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അഴിമതി ഉണ്ട്, ഇപ്പോഴും സംശയം ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഡോക്ടർ ലാൽ സമ്മതിച്ചല്ലോ, ഇതിനകത്ത് സന്തോഷ് മാധവൻ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. 81 ക്ലോസ് B അനുസരിച്ച് എക്സെപ്ഷൻ കൊടുക്കാൻ അനുവാദമുണ്ട്. 3 സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ പരിശോധിക്കണം. താങ്കളുടെ തന്നെ KPCC പ്രസിഡന്റിനെ കോൺട്രഡിക്ട് ചെയ്യാണ്. KPCC പ്രസിഡന്റിന് ജനങ്ങൾക്ക് അറിയാവുന്നത് പോലെ, പ്രതിപക്ഷം പറയുന്നത് പോലെ, നിയമവിദഗ്ധർക്ക് അറിയാവുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് മുമ്പേ അറിയാമായിരുന്നു ഇത് കടുംവെട്ടാണ്, കൊള്ളക്കാരാണ്, ഇതാണ് വാക്കുപയോഗിച്ചത്. വിവാദ ഉത്തരവുകൾ പിൻവലിക്കണം, ഇതൊക്കെ അദ്ദേഹം അന്നേ പറഞ്ഞതാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് എന്താണ് സംശയം? ഞാൻ ഇപ്പോഴും പറയുന്നു, അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷ് മാധവനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഈ വിവാദങ്ങൾ വന്നപ്പോൾ തന്നെ KPC പ്രസിഡന്റ് ഉത്തരവാദിത്വ രീതിയിൽ പറഞ്ഞു ഇത് കുഴപ്പമാണ്, ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. വിവാദങ്ങളുണ്ടായി, കൃത്യമായി പിൻവലിച്ചു. അതിന്റെ പിന്നിൽ എന്തെങ്കിലും അതുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്നാണ് ഇപ്പോൾ നിങ്ങളുടെ ഞാൻ ഇപ്പോഴും പറയുന്നു. ഈ ഒരു ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയെ ഇല്ലാതാക്കിയതിന്റെ പിറകിൽ 27-ൽ പരം വരുന്ന ഈ ഉത്തരവുകൾക്ക് വലിയ പങ്കാളിത്തമുണ്ട്. ആ ഉത്തരവുകൾ ഇങ്ങനെ വിവാദമുണ്ടായ ഉത്തരവുകളാണ്, കടുംവെട്ടുള്ള ഉത്തരവുകളാണ് എന്ന് ടോർച്ചടിച്ച് കാണിച്ചു കൊടുത്തത് നിങ്ങളുടെ KPCC പ്രസിഡന്റ് അല്ലേ? ജനങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരുപക്ഷെ അപാകതകൾ പുറത്തു വന്നാൽ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തണമെന്നൊരു KPCC പ്രസിഡന്റ് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ അപരാധമെന്ന് പറയുന്നവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ശ്രീ മൈൻഹാജി, അത് നിങ്ങൾക്ക് കൂടിയുള്ള ഉത്തരമാണ്. KPCC പ്രസിഡന്റ് തെറ്റ് കണ്ടെത്തി കോൺഗ്രസിലെ നേതാക്കളോട് പറഞ്ഞപ്പോൾ അവിടെ ഡൽഹിയിലുണ്ടായ ചർച്ചകളൊക്കെ നല്ലതിനു വേണ്ടിയായിരുന്നു, നാട്ടുകാർക്ക് വേണ്ടിയായിരുന്നു, ഈ ജനങ്ങളുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കാതെ പോയത് ചില കോൺഗ്രസ്സുകാരും ചില ഘടകകക്ഷികളുമാണെന്ന് പറയേണ്ടി വരില്ലേ ഇത് കേൾക്കുമ്പോൾ? അല്ലെ, ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മീറ്റിംഗ് എന്നാണ് താങ്കളുടെ ചർച്ചയിലേക്ക് മാറി നിൽക്കുന്നതെന്ന്. അപ്പൊ ഇതോടുകൂടി എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. അങ്ങ് കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ഉടനെ ഒഴിവാക്കി തരാം. പിന്നെ ഈ കാര്യത്തില്
KPCC പ്രസിഡന്റിന്റെ ആ ഒരു പ്രസ്താവന കൊണ്ട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഇല്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞവരോട് അതിന് മറുപടി ചോദിക്കാം. ഞാൻ അതിന് മറുപടി പറയാൻ ആളല്ല. പക്ഷേ മുസ്ലിം ലീഗ് അതും അതൊരു കാരണമായി കാണുന്നുണ്ടല്ലോ. അങ്ങനെ KPCC പ്രസിഡന്റ് പറഞ്ഞതും ഒരു കാരണമല്ലേ? ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ല. പിന്നെ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാക്കിയ വിവാദത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാ കാരണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പുറത്തു പറയേണ്ടത് പുറത്തു പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഇതിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റിനെയോ ഒന്നും മാത്രമായി KPCC പ്രസിഡന്റ് അന്ന് വിവാദം ഉണ്ടാക്കിയ ചില സ്ഥാനാർത്ഥികൾ മാറി നിൽക്കണമെന്ന് ഡൽഹിയിൽ പറഞ്ഞപ്പോ മുസ്ലിം ലീഗ് ഇവിടെ നിന്ന് എടുത്ത നിലപാട് എന്തായിരുന്നു? മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് ഒപ്പമാണെന്ന് നിന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ശ്രീ മൈൻ ഹാജി. എടുത്ത നിലപാടിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെടുത്ത് മുസ്ലിം ലീഗ് എവിടെയും പറയുകയും ചെയ്യും. KPCC പ്രസിഡന്റ് എടുത്ത നിലപാട് KPCC പ്രസിഡന്റ് ഉറച്ചു നിന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ മുസ്ലിം ലീഗുമായി ഒരു ചർച്ച, ഒരു വിവാദത്തിലേക്ക് താങ്കൾ ഇറങ്ങി പുറപ്പെട്ടാൽ താങ്കൾ നിരാശനായി പോകും. അതുകൊണ്ട് അത് വിട്ട് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. ശരി, ഇവിടെ ഈ വിഷയത്തിൽ വളരെ ട്രാൻസ്പെറന്റായി എടുത്തൊരു തീരുമാനം, സ്റ്റേറ്റിന്റെ താല്പര്യം വെച്ച് ഒരു ഫയൽ ജനറേറ്റ് ചെയ്തു വന്നു. ആ ഫയൽ പരിശോധിച്ച് കൂടുതൽ ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധന വേണമെന്ന് ബന്ധപ്പെട്ട മന്ത്രി, അതായത് വ്യവസായ മന്ത്രി, ആ ഫയലിൽ കുറിച്ച ആ കുറിപ്പോട് കൂടിയാണ് ക്യാബിനറ്റിൽ. ശ്രീ മൈൻ ഹാജി, അങ്ങനെയാണെങ്കിൽ ഈ വ്യവസായ വകുപ്പ് മന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് റവന്യൂ മന്ത്രി എന്തിനാണ് പറയുന്നത് ആ ഫയലിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന്? അല്ല, റവന്യൂ മന്ത്രി ഒരിക്കലും വ്യവസായ വകുപ്പ് മന്ത്രിയെ സംശയത്തിന്റെ നേരിൽ നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമാണ്. അതിൽ ഞങ്ങൾ വീഴാൻ പോകുന്നില്ല. അതിൽ വീഴുന്നവരുണ്ടാവാം. അതിൽ ഞങ്ങളെ നോക്കണ്ട നിങ്ങൾ. ഞങ്ങൾ വ്യവസായ മന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ ക്യാബിനറ്റിലെ കൂട്ടുത്തരവാദിത്തത്തിനെ സംബന്ധിച്ച് എന്നും ബോധവാന്മാരാണ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ വിജിലൻസ് അന്വേഷണം, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ വിജിലൻസ് കോടതി പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കൊരാശങ്കയാക്കാൻ. ശ്രീ മൈൻ ഹാജി, വളരെ ലളിതമായ ചോദ്യം. ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു ഈ വിവാദ ഉത്തരവ് ഉണ്ടാകാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞങ്ങൾ പിൻവലിച്ചു. പക്ഷേ ഇത് ആരെങ്കിലും ചൂണ്ടിക്കാട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത് മുന്നോട്ട് പോകുമായിരുന്നു. ഇവിടെ ഈ നടക്കാൻ പാടില്ലാത്ത രീതിയിൽ ഈ ഭൂമി ഇടപാട് നടക്കുമായിരുന്നു. അതായത് കോടതി കണ്ടെത്തിയിട്ടുള്ളതുപോലെ അഴിമതി അവിടെ നടക്കുമായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഴിമതിക്കുള്ള ഒരു സാഹചര്യം അവിടെ നിങ്ങളുടെ ഇടപെടൽ മൂലം, നിങ്ങളുടെ സർക്കാരിൻ്റെ ഇടപെടൽ മൂലം, നിങ്ങളുടെ മന്ത്രിമാരുടെയോ ഉദ്യോഗസ്ഥന്മാരുടെയോ ഇടപെടൽ മൂലം അവിടെ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഒരുങ്ങിയിരുന്നു എന്നുള്ളത് അഴിമതിയായി തന്നെ കാണണ്ടേ? എന്റെ പ്രിയപ്പെട്ട ലാലേ, ഞാൻ ഒരിക്കലും ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിൻവലിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വ്യവസായ വകുപ്പ് മന്ത്രി അന്ന് ഫയലിൽ കുറിച്ചത്, അന്തിമമായി ക്യാബിനറ്റിലേക്ക് അയച്ച നോട്ടിൽ ആ ഫയലിൽ അദ്ദേഹം കുറിച്ചത് ഇതൊരു വിദഗ്ധ സമിതിയുടെ പരിശോധനയ്ക്ക് വിധേയമായി മാത്രം നൽകാനാ. ആ വിദഗ്ധ ഒരു നിമിഷം ശ്രീ മൈൻ ഹാജി, അങ്ങേ ഞാൻ ആ മീറ്റിംഗിലേക്ക് തിരിച്ചയക്കാം. ഒരു നിമിഷം അങ്ങ് ദയവായി തുടരുക. ഞാൻ ഇതിനകത്തൊരു നിയമ വിദഗ്ധന്റെ ഉപദേശം കൂടി തേടിക്കോട്ടെ. ശ്രീ ശിവൻ മഠത്തിൽ, വ്യവസായ മന്ത്രി അങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതി വച്ചത് കൊണ്ട് മാത്രം അദ്ദേഹം ഇത് അഴിമതിക്ക് പുറത്തു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് മൈൻ ഹാജി പറയുന്നതിൽ അർത്ഥമുണ്ടോ? അല്ല, അതിന് ശ്രീ മൈൻ ഹാജി പറഞ്ഞ കാര്യത്തിന് തന്നെ അദ്ദേഹത്തിന് തന്നെ അത് മനസ്സിലാവും. വിദഗ്ധ സമിതി, എക്സ്പേർട്ട് കമ്മിറ്റി പരിശോധിക്കണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എഴുതിയാൽ ആ ഫയല് അതിനോട് ചേർന്നാണ് ക്യാബിനറ്റിലേക്ക് പോയിട്ട് ക്യാബിനറ്റിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വരുന്നു. ഒന്ന്, വ്യവസായ വകുപ്പ് മന്ത്രി ഒരു കണ്ടീഷൻ വയ്ക്കുന്നു, ഈ സ്ഥലം കൊടുക്കാൻ, ഈ ലാൻഡ് കൊടുക്കാൻ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയുടെ അസസ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ വിലയിരുത്തൽ വേണം. ഒന്നാമത്തെ കാര്യം, എക്സ്പേർട്ട് കമ്മിറ്റിയുടെ അസസ്മെൻറ്റ് വന്നിട്ടില്ല, എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ എഴുതിയ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ക്യാബിനറ്റിലുണ്ട്. അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാൻ ആ ഫയലിൽ ഇതുപോലെ എക്സ്പേർട്ട് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ എന്ന് എഴുതിയതിനാൽ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് കൊടുക്കാവൂന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, റവന്യൂ മന്ത്രി ആ ക്യാബിനറ്റിലുണ്ട്. റവന്യൂ മന്ത്രി ഫയൽ ഒപ്പിട്ടിട്ട് ഈ ഭൂമി കൊടുക്കാമെന്ന് എഴുതുമ്പോൾ
ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിക്ക് പറയാമായിരുന്നു ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്. Yes, വ്യക്തമാണ്. ഞാൻ ആ സമയത്തിന്റെ തീരുമാനത്തിൽ പരിമിതി കൊണ്ട് മാത്രം അങ്ങയിൽ നിന്ന് മാറുകയാണ്. ശ്രീ മായിൻ ഹാജി, അതാണ് കാര്യം. അതായത് ഇങ്ങനെ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ എന്ന് എഴുതി വച്ചാൽ പോരാ, അവിടെ അതിനുശേഷമാണോ തീരുമാനം എടുത്തത് എന്ന് കൂടി മനസ്സിലാക്കണ്ടേ? ഉത്തരവ് ഇറങ്ങിയത് പിന്നെ എങ്ങനെ? കൂട്ടുത്തരവാദിത്തമില്ലേ? വ്യവസായ മന്ത്രിക്ക് എങ്ങനെ ഒഴിഞ്ഞു മാറാനാകും? ശ്രീ മായിൻ ഹാജി, മായിൻ ഹാജി കൃത്യസമയത്ത് തന്നെ അത് നമുക്ക് അതേ മീറ്റിംഗിലേക്ക് തിരിച്ചു കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ ഷഫീർ, അങ്ങനെയാണെങ്കിൽ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് മായിൻ ഹാജി പറഞ്ഞതുപോലെ രക്ഷപ്പെടാനാകുമോ? അതിനകത്ത് അദ്ദേഹം ഞാനതിൽ വായിച്ചു, അതിനകത്ത് മായിൻ ഹാജി പറഞ്ഞതിൽ അല്പം കൂടി വ്യത്യസ്തമുണ്ട്. വ്യവസായ നയമനുസരിച്ച് എല്ലാവർക്കും കൊടുത്ത ആനുകൂല്യത്തിന് ഈ പദ്ധതിക്കും അർഹരാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പാണ്. 2, വ്യവസായ സംരംഭം എന്ന നിലയിൽ അപേക്ഷ പരിഗണിച്ച് നടപടിയെടുക്കുക. 3, സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പരിശോധിക്കണമെന്നും നിർദ്ദേശിക്കുന്നു എന്ന് 3 കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പരിശോധിക്കാതെ ആ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉത്തരവ് ഇറക്കിയ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ബിശ്വാസ് മേത്ത പ്രതിയാവും. അത് ശ്രീ ആനത്തലവട്ടം ഉദ്യോഗസ്ഥൻ പ്രതിയാവും. അല്ല, ഈ ഒരു ഡിസെൻഡിങ് നോട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ വാങ്ങണം എന്നതിനെ എഴുതിയിട്ടാൽ ആ മിസ്റ്റർ ശിവൻ മഠത്തിൽ ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ ഒരു കാര്യമാണ്. ആ ഒപ്പീനിയൻ വാങ്ങാതെ എങ്ങനെ ക്യാബിനറ്റ് തീരുമാനിച്ചു? ആ തീരുമാനമെടുക്കുന്ന ക്യാബിനറ്റിൽ എങ്ങനെ കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും ഇരുന്ന് അത് ഓക്കെ ചെയ്തു കൊടുത്തു? അവർ പറയണ്ടേ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാവൂ? അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ കൂട്ടു പങ്കാളിത്തമല്ലേ? ആരെങ്കിലും ഇന്ന് രക്ഷപ്പെടുന്നുണ്ടോ? അതല്ലേ പ്രസക്തമായ കാര്യം. ശ്രീ ഷഫീർ, സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി തീരുമാനം എക്സ്പെർട്ട് കമ്മിറ്റി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി മുതൽ, അതാണ് അതിൻ്റെ വ്യത്യാസം. നിങ്ങളിപ്പോഴും പറയുന്നത് എക്സ്പെർട്ട് കമ്മിറ്റി, അങ്ങനെയല്ല. സ്റ്റാറ്റ്യൂട്ടറി ബോഡി തീരുമാനിക്കണമെന്ന് പറഞ്ഞാൽ കൺസെൻറ്റ് റവന്യൂ സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടർമാർ മുതൽ വില്ലേജ് ഓഫീസർ വരെ അതിൻ്റെ എല്ലാത്തിൻ്റെ റിപ്പോർട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ബിശ്വാസ് മേത്ത ഉത്തരവിറക്കുന്നതിന് മുമ്പ് കൺസെൻറ്റ് വില്ലേജ് ഓഫീസർ മുതൽ എറണാകുളത്തെയും തൃശ്ശൂരിലെയും കളക്ടർമാരുടെ റിപ്പോർട്ട് മുതൽ ഉള്ള എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാൻ പറ്റില്ല. അതെല്ലാം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മന്ത്രിയെയോ ഏതെങ്കിലും മന്ത്രിയെയോ നിയമപരമായി കുരുക്കിയിടാൻ നിയമജ്ഞന്മാർക്ക് ഇതിനകത്ത് കഴിയില്ല. പക്ഷേ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് കേട്ടാൽ ഉദ്യോഗസ്ഥ റിപ്പോർട്ടുമുണ്ട്. പിന്നെ എഴുതിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം ഇല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നതാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റികളുടെ കൃത്യമായ വിലയിരുത്തലുകൾ ആ ഫയലിനകത്തുണ്ട്. ആ ഫയലിനകത്ത് ഇല്ല എന്ന് കോടതി പറഞ്ഞിട്ടില്ല. ഉണ്ട്, അത് പരിശോധിക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടറി ആയ ചില നടപടികൾ പൂർത്തിയാക്കി എന്നുള്ളത് കൊണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി എഴുതി വച്ച കാര്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് അനുമാനിച്ച് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയാൽ അത് അഴിമതിക്ക് പുറത്തു നിൽക്കുന്നതാകുമോ? അല്ല, സഹീർ പറഞ്ഞതിൽ 2 കാര്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി എന്നുള്ളത് ആ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഭാഗമാണത്. എക്സ്പെർട്ട് കമ്മിറ്റിയാണത്. അത് സ്റ്റാറ്റ്യൂട്ടറി ഫ്ലേവർ അതിന് കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി സാങ്ഷൻ അതിന് നൽകിയിട്ടുണ്ട്. നിയമപരമായ ബാധ്യതയാണ്. അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിട്ടല്ല ഈ ഭൂമി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ടത്. ഈ നടപടിക്രമങ്ങൾ എടുക്കാതെയാണ് ഫയൽ ക്യാബിനറ്റിൽ വന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി അതിനകത്ത് ചെയ്യേണ്ടിയിരുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇതിന് തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് അദ്ദേഹത്തിന് പറയാം. ശ്രീ സഹീർ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ തീരുമാനങ്ങളൊക്കെ ആ ഫയലിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം അതെല്ലാം പരിശോധിച്ചതിന് ശേഷം പിന്നെ എന്തിനാണ് 2ാമത് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിക്ക് റെഫർ ചെയ്യുന്നത്? അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അത് റെഫർ ചെയ്യാൻ വേണ്ടി നോട്ട് എഴുതി വെച്ചത്. ഈ ഉത്തരവ് പിൻവലിച്ചു പിന്നീട്. അതായത് ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി ആണെങ്കിലും വിദഗ്ധ സമിതി ആണെങ്കിലും എടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പിൻവലിച്ചത്. അതായത് നേരത്തെ നടക്കേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടന്നിട്ടില്ല. അപേക്ഷയിന്മേൽ സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പരിശോധിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പരിശോധിച്ച ഫയലിനകത്തുണ്ട്. ആ ഫയൽ ക്യാബിനറ്റിൽ വന്നു, ഓർഡർ ഇറങ്ങി. ആ ഓർഡർ ഒന്നും നിയമപരമായി ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഓർഡർ അല്ല പ്രശ്നം. ഭൂമി സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു എന്നുള്ള ആരോപണം ഞങ്ങളെ ബാധിച്ചു. ധാർമ്മികതയാണ് പ്രശ്നം. നിയമപരമായി ഒരു പ്രശ്നം ഇതിനകത്തില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, നിയമപരമായി പ്രശ്നമില്ല. പക്ഷെ ജനങ്ങളെ മുമ്പിൽ
ധാർമ്മികപരമായി അല്ല, ഹൈക്കോടതി വളരെ കൊടുക്കണ്ട എന്ന് മോശമായി പറഞ്ഞത്. പോയി. അതാണ് കെ പി സി ഷഹീറെ, പ്രസിഡന്റ് ജനങ്ങളെ കൊടുക്കാൻ. പറ്റിക്കല്ലേ? അല്ല, ലാലേ, പറയുന്നതിൽ ഷഹീറിനോട് അർത്ഥമില്ല. പറയണം, ജനങ്ങളെ നേരത്തെ പറ്റിക്കല്ലെന്ന് മായൻ ഹാജി പറയണം. പറഞ്ഞതിന് ജസ്റ്റിഫൈ ജനങ്ങളെ- ചെയ്യാണ്. ജനങ്ങളെ ഒരു വിഡ്ഢിയാക്കരുത്. പൈസയുടെയും നഷ്ടം സർക്കാരിന് ഹൈക്കോടതി ഉണ്ടായിട്ടില്ല. കൊടുക്കരുത് എന്ന് പറഞ്ഞ സർക്കാർ ലാൻഡ് പറയട്ടെ. കൊടുക്കാൻ ഞാൻ പറയല്ലോ, ഈ അതിനകത്ത് മന്ത്രിമാർക്ക് അന്വേഷിക്കാമല്ലോ. ഇതിന്റെ വേണമെങ്കിൽ പാർട്ടിക്ക് നിങ്ങൾക്ക് എന്ത് വീണ്ടും അധികാരമുള്ളത്? അന്വേഷിക്കാമല്ലോ. അതല്ല. വിജിലൻസ് കൊണ്ട് വീണ്ടും അല്ല, അന്വേഷിക്കുക. ഇതിനകത്ത് ഞാനിപ്പോഴും പറയാം, സാമ്പത്തിക താല്പര്യങ്ങൾ അതിന്റെ പിറകിലുണ്ടെങ്കിൽ അവരെയൊന്നും ന്യായീകരിക്കാനും ഞാനില്ല. ഞങ്ങളെപ്പോലുള്ള ആരുമില്ല, ഒരു യുവാക്കളും ഉണ്ടാവില്ല. സാമ്പത്തിക താല്പര്യം ഇല്ലാതെ പിന്നെ എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയത്? അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ കൃത്യമായി പൂർത്തിയാക്കാതെ ഒരു ഉത്തരവുണ്ടാക്കിയത്, പിന്നീട് ആ ഉത്തരവ് പിൻവലിച്ചത് ജനങ്ങളെ പറ്റിക്കുകയാണ് ചർച്ചയെന്നാണ് അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ ഇപ്പോൾ ഈ പറയുന്നത്. ചർച്ച നടക്കുന്നത് വരെയും സാമ്പത്തികപരമായി 1 രൂപയെങ്കിലും ഇതിനകത്ത് ആർക്കെങ്കിലും ലാഭമുണ്ടായി എന്ന് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന് ഇതുവരെയും സർക്കാർ- തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്തിന് സർക്കാർ- ഇനി തെളിയിക്കട്ടെ. തെളിയിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ ഞങ്ങൾ അല്ല, ഒറ്റപ്പെടുത്തില്ല. എന്തിനും പിന്നെ ഈ സർക്കാർ ഭൂമി 418 ഏക്കർ ഭൂമി അവർ അത് കൊടുത്തു. ഭൂപരിഷ്കരണ നിയമത്തിലെ അല്ല, 83 അനുസരിച്ച് ഒരു- കൃത്യമായിട്ട് ഒരു- കൊടുക്കാം ഇല്ല, സാർ, കൊടുക്കാം. സർക്കാരിന്റെ ഒരു ഏത് കാര്യം ചെറിയ കൂടെ. അത് എക്സെപ്ഷണൽ കേസായിട്ട് കൊടുക്കാന്ന്. എല്ലാ നിയമങ്ങളിലും അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ 10 സെക്കൻഡ്. അഡ്വക്കേറ്റ് ശിവൻമഠത്തിൽ 10 സെക്കൻഡ്. എല്ലാ നിയമത്തിലും ഉണ്ട്. അതനുസരിച്ച് സർക്കാരിന്റെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു കാര്യം കൂടെ, അതായത് ശ്രീ ആനത്തലവട്ടം പറഞ്ഞ അല്ല, കാര്യത്തിൽ ശിവൻമഠത്തിൽ പറയട്ടെ, അങ്ങേക്ക് അവസരം തരാം. അല്ല, ഒരു മിനിറ്റ്. ബാങ്ക് ഒരു മിനിറ്റ്. ഇന്ന് ബാങ്ക് കോടതിയുടെ നിരീക്ഷണത്തിൽ പോലും അല്ല, സ്റ്റാറ്റ്യൂട്ടറി സഹീറിന്റെ ബോഡി സഹീറിന്റെ പരിശോധിച്ചിട്ടില്ല എന്ന് നിലപാട് ഇതുവരെയും കേട്ടാൽ പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടർ നമുക്കൊരു ലാൽ. തമാശ. പറയാത്ത കാര്യങ്ങൾ എന്തിനാ അത് പറയുന്നത്? ഇതുവരെയും ഒരു കോടതി കാര്യം ഇന്നെടുത്ത അദ്ദേഹം ഫയൽ അദ്ദേഹം പറയുന്നതിന്റെ യുക്തി നോക്കിക്കൊള്ളൂ. ബാങ്ക് കൊള്ളയടിക്കാൻ ബാങ്ക് ഒരു കൊള്ളയടിക്കാൻ ഉദാഹരണം പറഞ്ഞ ആയുധങ്ങളും യുക്തിയായി ഞാൻ വെടിക്കോപ്പുമായി ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നത് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ പണം കൊള്ളയ ചെയ്തിട്ടില്ല, ബാങ്കിന്റെ ഒരു വസ്തുവും ഞങ്ങൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ നിരപരാധിയാണ്, വിട്ടു എന്നാണ് ശരി ശരി സഹീർ ഏറ്റവും അവസാനം സമർത്ഥിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ഒറ്റ വാക്കിൽ മെത്രാൻ കാര്യം പോലുള്ള കാര്യങ്ങൾ ഇനി ബാക്കി കിടക്കുന്നു എന്നുള്ളത് എ കെ ബാലൻ സമിതിയിലൂടെ ഇനി കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ഈ മെത്രാൻകാരും അതുപോലെ എടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുമ്പോൾ എൻ്റെ സ്നേഹിതൻ ഷഫീറും കൂട്ടരും എന്ത് ന്യായീകരണമാണ് അതിൻ്റെ മേൽ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. യെസ്, എന്തായാലും ഇന്നത്തെ വിജിലൻസ് കോടതി വിധിയിലൂടെ UDF-നകത്ത് ഇനി ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ജനങ്ങൾ കാത്തിരിക്കുന്നത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.